അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആസിഫ് തുളുവത്ത്. ഇനി വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലത്തെ എക്സാമുകൾക്ക് 1 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നതിനാവശ്യമായിട്ടുള്ള ഒരു മെമ്മറി കോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു ഏരിയയാണ് കേരള ഫ്ലഡുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫാക്റ്റുകൾ. ആ ഫാക്റ്റുകൾ എങ്ങനെയാണ് ഒരു കോഡിലൂടെ പഠിക്കാൻ സാധിക്കുക, മറന്നു പോകാതെ പഠിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലെസണിൽ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് അൺഅക്കാഡമി പ്ലസിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. IT ആൻഡ് സൈബർ ലോ, മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസിൽ നിന്നുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടാതെ GK പാർട്ടിൽ നിന്നുള്ള റിപ്പീറ്റേഷൻ റിവിഷൻ കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അൺഅക്കാഡമി പ്ലസ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കൂടാതെ IT ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ സെഷൻ, ഒരു ഫ്രീ സ്പെഷ്യൽ ക്ലാസ് ഇന്ന് വൈകുന്നേരം, അതായത് 11/5/2019 വൈകുന്നേരം 5 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 5 മണി മുതൽ 6 മണി വരെയാണ് സ്പെഷ്യൽ ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത്. IT ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും അത്. ഏകദേശം 5 സെറ്റ് ക്വസ്റ്റ്യൻസ്, 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ 50ഓളം ചോദ്യങ്ങളും 50ഓളം ചോദ്യങ്ങളിലുള്ള ഫാക്റ്റുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും അത്. അൺഅക്കാഡമി പ്ലസിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ കേരള ഫ്ലഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഷുവറായിട്ടും ചോദിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കോഡായിട്ട് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കേരളം ദുരിതത്തിലായ സമയത്തെ കേരളത്തിന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പല സേനകളും ഓരോരോ ഓപ്പറേഷൻ എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് വരികയും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോ അത്തരത്തിൽ ഓരോ ഇന്ത്യൻ ആർമി ഏത് രീതിയിലാണ്, ഏത് പേരിലാണ് അവരുടെ ആ ഓപ്പറേഷനെ, നമ്മുടെ ആ ദുരന്ത നിവാരണ സേനയായിട്ട് അറിയപ്പെടുന്ന ആ ഓപ്പറേഷൻ ഏത് രീതിയിലാണ് അവർ വിളിച്ചത്? ഓപ്പറേഷൻ സഹയോഗ് എന്നാണ്. ഓക്കെ, ഇന്ത്യൻ നേവി ആണെങ്കിലോ ഓപ്പറേഷൻ മദദ് എന്നായിരുന്നു അവരുടെ ആ റെസ്ക്യൂ ഓപ്പറേഷന്റെ പേര്. ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണെങ്കിൽ ഓപ്പറേഷൻ രാഹത്ത് എന്നുള്ളതായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷന്റെ പേര്. ഇനി ഇന്ത്യൻ എയർഫോഴ്സ് ആണെങ്കിലോ ഓപ്പറേഷൻ കരുണ എന്നായിരുന്നു അവരുടെ പേര്. ഓക്കെ, ഇനി നമ്മുടെ കേരള പോലീസ് ജലരക്ഷ എന്നുള്ള രീതിയിലാണ് റെസ്ക്യൂ ഓപ്പറേഷനെ ടേം ചെയ്ത് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ഇനി വരുന്ന എക്സാമിന് 100% എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഒരു കോഡിലൂടെ മാറിപ്പോകാതെ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കോഡ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഈ ടേം ഇന്ത്യൻ ആർമി, നേവി, കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ആണ്. ആ ഓർഡറിൽ അങ്ങ് പോയാൽ മതി. അവസാനം കേരള പോലീസ്. ഓക്കെ, അപ്പൊ ഈ ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്കിലാണ് കോഡ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുക. ഓർഡർ മനസ്സിലുണ്ടാവാൻ ഇവിടെ നോക്കി, ആർമി, നേവി,
കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ്, പോലീസ്. ഈ 5 നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അത് ആൻ ക്യാപ്പ് എന്ന് ആലോചിച്ചാൽ മതി. ആൻ ക്യാപ്പ് ഒരു AN, ആൻ. ഓക്കെ, അതിലെ A ഫോർ ആർമിയാണ്, N ഫോർ നേവിയാണ്. ഓക്കെ, ആർമി നേവിയാണ് ആദ്യത്തെ 2. ഓക്കെ, ക്യാപ്പിലെ C ഫോർ കോസ്റ്റ് ഗാർഡ്. ഓക്കെ, അഗൈൻ A ഫോർ എയർഫോഴ്സ്. ഓൾറെഡി ഒരു ആർമി ആയിട്ട് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ A എന്ന് പറയുന്നത് എയർഫോഴ്സ് ആയിട്ട് എടുക്കുക. മൂന്നാമത്തെ P എന്ന് പറയുന്നത് പോലീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ആൻ ക്യാപ്പ് എന്നുള്ളത് ആണ് നമ്മുടെ ഓർഡർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആൻ ക്യാപ്പ് കേട്ടോ. ആർമി, നേവി, കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ്, പോലീസ്. ഓക്കെ, ആർമി, നേവി, കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ്, പോലീസ്. ഇതാണ് ആൻ ക്യാപ്പ് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഓർഡർ. ഓക്കെ, ഇനി അവരുടെ ഓപ്പറേഷൻസിന്റെ കോഡാണ് നമ്മൾ പ്രധാനമായിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് മാറിപ്പോകാതെ പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഓപ്പറേഷൻ സഹയോഗാണ്, ഓപ്പറേഷൻ മദതാണ്, ഓപ്പറേഷൻ രാഹത്താണ്, ഓപ്പറേഷൻ കരുണയാണ്, ഓപ്പറേഷൻ ജലരക്ഷയാണ്. അപ്പൊ ഇതിൽ 4 ആയിരിക്കും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് മാറിപ്പോകാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത്ര എഴുതിയാൽ മതി. സമരം. ഓക്കെ, സമരം. ഓക്കെ, SA, സഹയോഗിലെ സ, മദദിലെ മ. ഓക്കെ, രാഹത്തിലെ ര. സമരം എന്ന് പഠിക്കാം. ഓക്കെ, സമരം ചെയ്തു ആര് കാജൽ. ഓക്കെ, കരുണയിലെ കായും ജൽരക്ഷയിലെ ജല്ലും എടുത്താൽ സമരം ചെയ്തത് കാജലാണ്. എന്തിനു വേണ്ടിയിട്ട്? റെസ്ക്യൂ ഓപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ റെസ്ക്യൂ ഓപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്തു കാജൽ എന്ന് ആലോചിച്ചിരുന്നാല് ആ ഒരു ഓർഡറും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്നും മറന്നുപോകില്ല. എന്താണ് സമരം എന്നുള്ളതിൽ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. സഹയോഗ്, മദദ്. ഓക്കെ, രാഹത്ത് ആരാ ചെയ്തത്? കാജൽ. കരുണ. ജൽരക്ഷ. എളുപ്പല്ലേ, ഓർക്കാനും എളുപ്പല്ലേ. ഈ ഒരു ഓർഡർ നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ്? ആൻ ക്യാപ്പ് എന്നുള്ളതാണ് അല്ലെ. ANCAP. അത് മാറിപ്പോരുതേ. ആർമി, നേവി, കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ്, പോലീസ് എന്നുള്ളതാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോവുകയും ചെയ്യരുത്. ഓക്കെ, കുറച്ച് അഡീഷണൽ ഫാക്ട് കൂടി ഞാനിവിടെ പറയണം. അപ്പൊ ഈ കോഡ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻ ക്യാപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷന്റെ പേരുകൾ എന്തൊക്കെയാണ്? സമരം ചെയ്തു കാജൽ. സമരം ചെയ്തു കാജൽ. സഹയോഗെ, മദദ്, രാഹത്തെ, കരുണ, ജലരക്ഷ. 1-2 പ്രാവശ്യം കേട്ടാൽ മതി. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോവില്ല. ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും വളരെയധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കും ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. When was Kerala affected by great flood prior to the 2018 floods? 2018 ഫ്ലഡിന് മുമ്പേ എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലഡ് നടന്നിരുന്നത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. എന്നാണ് 1924 ശേഷം ഇത്രയും വലിയൊരു ഫ്ലഡ് കേരളത്തിൽ നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, നെയിം ദി ടൈപ്പ് ഓഫ് മൺസൂൺ ദാറ്റ് ബ്രിങ് റെയിൻസ് ഇൻ ദി സമ്മർ ടു ഇന്ത്യ. ഇന്ത്യയിലെ മൺസൂൺ ഏത് കാലത്താണ്, അല്ലെങ്കിൽ ഏത് മൺസൂൺ എന്നാണ് അതിനെ പറയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണോ, യൂറോപ്യൻ മൺസൂൺ എന്നുള്ളതാണോ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നുള്ളതാണോ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നുള്ളതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഇനി NDRF ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ ദ ടൈംസ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. വാട്ട് ഡസ് NDRF സ്റ്റാൻഡ്സ് ഫോർ? NDRF എന്ന് പറയുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ടീമും അതിനോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു റെസ്ക്യൂ ഓപ്പറേഷൻസിൽ കേരള ഫ്ലഡിന്റെ സമയത്ത്. എന്താണ് NDRF കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണോ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫംഗ്ഷൻ ആണോ, നാഷണൽ ഡിസ്ട്രസ് റിലീഫ് ഫോഴ്സ് ആണോ, നാഷണൽ ഡാം റിലീഫ് ഫോഴ്സ് ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നുള്ളതാണ് NDRFന്റെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട NDRF എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായതുകൊണ്ട് അത് ഇവിടെ ഉൾപ്പെടുത്തി. ഇത് നമ്മൾ ഓൾറെഡി വിൻഡിന്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അത് പ്രശ്നമില്ല. ഇത് 1924 അവസാനമായിട്ട് ഫ്ലഡ് നടന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു സ്ലൈഡാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത്. ഓരോരോ ടീമുകളും, അതായത് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും കേരള പോലീസ് ആണെങ്കിലും ഒക്കെ അവരുടെ റെസ്ക്യൂ ഓപ്പറേഷനെ ഏതേത് പേരിലാണ് വിളിച്ചതെന്നുള്ളത് പഠിക്കാൻ ആൻ ക്യാപ്പ് എന്നുള്ള ഓർഡർ മനസ്സിലാക്കുക. സമരം ചെയ്തു കാജൽ. സമരം, സ ഫോർ സഹയോഗെ, മ ഫോർ മദദ്, രാ ഫോർ രാഹത്തെ,
കാജൽ, കാ ഫോർ കരുണ, ജ ഫോർ ജലരക്ഷ എന്നുള്ളതാണ് ഇവിടെ ഞാൻ കോഡിലൂടെ സമർപ്പിച്ചത്. ആരും തന്നെ ഇന്നത്തെ ക്ലാസിന്റെ കാര്യം മറക്കണ്ട. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ IT ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രീ സെഷൻ നിങ്ങൾക്ക് മുന്നിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുന്നതാണ്. അൺഅക്കാഡമി പ്ലസിന്റെ സൗകര്യം ഇത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. പ്രീവിയസ് ഒരു 50 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും ആ സൗകര്യം ഉപയോഗപ്പെടുത്തുക. ഈ പ്രൊഫൈലിൽ നിങ്ങൾ നൽകിയ സപ്പോർട്ട് ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ആ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലെ കോഡുകളായിട്ട് നമ്മൾ ഉടൻ തന്നെ വീണ്ടും ഒരുപാട് സെഷൻസ് ആയിട്ട് കണ്ടുമുട്ടും. മാത്സിൽ നിന്നും മെന്റൽ എബിലിറ്റിയിൽ നിന്നും സയൻസിൽ നിന്നുള്ള ക്ലാസ്സുകളൊക്കെ ഓൾറെഡി ഈ ഒരു പ്രൊഫൈലിൽ റണ്ണിംഗ് ആണ്. പ്ലസിലും റണ്ണിംഗ് ആണ്, ഫ്രീ ലെസണിലും റണ്ണിംഗ് ആണ്. അപ്പൊ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ 5 മണിക്ക് ആ സെഷനിൽ കാണാം എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.